കോവിഡിന്റെ ടൈമിൽ നമ്മൾ 80%, ഇപ്പൊ 50% എന്നുള്ളത് 80% വരെ ഡിസ്കൗണ്ടിൽ നിന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം നമുക്ക് പാലിനൊക്കെ 5 രൂപ ഉണ്ടാവുള്ളൂ. പാലിന് പഞ്ചസാരക്കൊക്കെ ഭയങ്കര വില കുറവാണ്. അതായത് 80% വരെ ഡിസ്കൗണ്ടിൽ. കാരണം ഇതിന്റെ പുറകിൽ കാണുന്നതാണ് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്. 2020 ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ഫുഡിന്റെ കാര്യങ്ങൾ, അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ്, നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അതിന്റെ സേഫ്റ്റി ഉറപ്പാക്കി ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങളാണ് ഇവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്നതാണ് മെഡിക്കൽ ഷോപ്പ്. അവിടെ നമ്മൾ ഡിസ്കൗണ്ടിൽ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാ ആളുകൾക്കും വാങ്ങിക്കാവുന്ന രീതിയിലാണ് അത് ഓപ്പൺ ചെയ്തേക്കുന്നത്. കേരളത്തിലുള്ള എവിടെ നിന്ന് വന്നാലും നമുക്ക് മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാവണം, ഒരു ID പ്രൂഫ് വേണം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുമ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളത് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ മേടിച്ചു വെക്കുന്നതാണ്. മറ്റു മെഡിക്കൽ ഷോപ്പിൽ ചെന്നാൽ ചിലപ്പോൾ ഇതൊന്നും വേണ്ടി വരില്ല, അല്ലാണ്ട് സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി പ്രിക്കോഷനാണ്. എന്തെങ്കിലും ഒരു ഇവിടുന്ന് കൊടുത്ത മെഡിസിൻ വഴിയാണ് എന്തെങ്കിലും എന്ന് പറഞ്ഞൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ വീണ്ടും അടച്ചിടേണ്ട അവസ്ഥയിലോട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത്. വരുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ID കാർഡ് മേടിക്കും. ഒറിജിനൽ പ്രിസ്ക്രിപ്ഷനും ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മളോട് മെഡിസിൻ കൊടുക്കുകയുള്ളൂ. അങ്ങനൊരു ഇത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ടർപ്പയുടെ അടിയിൽ നമ്മൾ സാധനങ്ങൾ കിഴക്കമ്പലം, അതായത് ഞാൻ പറഞ്ഞ ചാരിറ്റബിൾ സംഘടന തുടങ്ങിയ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു. ഭരണം കിട്ടിയതിന് ശേഷം, അതായത് ഇവിടെയാണ് ആ ഓണച്ചന്ത നടത്തിയതും പ്രശ്നങ്ങൾ ഉണ്ടായതും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാക്കി ഓപ്പൺ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ കിഴക്കമ്പലം പഞ്ചായത്തിലെ എല്ലാ ആളുകൾക്കും നമ്മൾ കാർഡുകൾ കൊടുക്കും. ആ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ, കാർഡ് കൊടുക്കണ വേറെ ഒന്നുമല്ല, ആ വീടുകളിലെ ഫാമിലി മെമ്പേഴ്സിനെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അല്ലെങ്കിൽ ആൾക്കാർ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ട് പുറത്തു കൊണ്ടുപോയി വിൽക്കാനുള്ള സാധ്യത, കാരണം നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്, അപ്പോൾ അത് പുറത്തു കൊണ്ടുപോയി വിൽക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ഒരു വീട്ടിലേക്ക്, ഇപ്പം 5 പേരുള്ള ഒരു വീട്ടിലേക്കാണെങ്കിൽ അവർക്ക് ഇത്ര രൂപ ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിമിറ്റിലുള്ള സാധനങ്ങൾ അവർക്ക് ഇത്ര %, അതായത് 50% ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാവുന്ന രീതിയിലാണ് ചെയ്തേക്കണേ. അത് എപ്പോഴും ഒരു മാസത്തേക്ക് എപ്പോഴും മിച്ചം വരാനാണ് സാധ്യത സാധാരണ ഉണ്ടാവുക. കാരണം നമ്മൾ അത്രയും ലിമിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇനി അതും പറ്റാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മാസത്തിൽ കുറെ ഗസ്റ്റുകൾ വന്നു, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഒക്കെ വന്നപ്പോൾ നമുക്ക് കൂടുതൽ മേടിക്കണം എന്ന് തോന്നിയാലും നമ്മളത് വീണ്ടും രണ്ടാമതൊരു ഇതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 25% ഡിസ്കൗണ്ടിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിലും പറ്റാണ്ട് നമുക്ക് ഇനി ഇഷ്ടംപോലെ വലിയ ഫങ്ഷൻസ് നടത്തണം, അപ്പോൾ നമുക്ക് MRP റേറ്റിൽ മേടിക്കാവുന്ന ഒരു ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും ഈ 50% മേടിക്കുമ്പോൾ തന്നെ ഒരു മാസത്തേക്കുള്ളത് മിച്ചം വരുന്ന ഒരാളാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. പിന്നെ നമ്മളിവിടെ കോവിഡിന്റെ ടൈമിൽ നമ്മൾ 80%, ഇപ്പൊ 50% എന്നുള്ളത് 80% വരെ ഡിസ്കൗണ്ടിൽ നിന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നേരം നമുക്ക് പാലിനൊക്കെ 5 രൂപ ഉണ്ടാവുള്ളൂ. പാലിന് പഞ്ചസാരക്കൊക്കെ ഭയങ്കര വില കുറവാണ്. അതായത് 80% വരെ ഡിസ്കൗണ്ടിൽ. കാരണം അന്ന് ആർക്കും കോവിഡിന്റെ ടൈം നമുക്കറിയാം, ആർക്കും പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്, എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മളങ്ങനെ 80% ഡിസ്കൗണ്ടിൽ കൊടുത്തു. അതിനുശേഷം വീണ്ടും എല്ലാവരും പോയി തുടങ്ങിയ ഓക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അത് 50%ലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം ചെയ്തത്. പിന്നെ നമ്മൾ ഇതിന്റെ പുറകിൽ ആ സൈഡിലായിട്ട് നമുക്ക് അവിടെ ഒരു ഇതുപോലെ തന്നെ ഫിഷിന്റെയും ചിക്കന്റെയും ഒരു സ്റ്റാൾ ഉണ്ടായിരുന്നു. അതും ഫിഷും ചിക്കനും, നമ്മൾ ചിക്കനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ പോയി മേടിക്കുമ്പോൾ അവിടെ നിന്ന് പുതിയതായി ലൈവായിട്ടൊരു ചിക്കൻ പിടിച്ചിട്ട് ഡ്രസ് ചെയ്തിട്ട് ആ തൂക്കത്തിനാണ് തന്നെ. ഇവിടെ അങ്ങനെ ആയിരുന്നില്ല കൊടുത്തിരുന്നത്, ഫ്രഷ് മീറ്റ് മാത്രം. അതായത് കട്ട് ചെയ്ത് പീസാക്കി ആ മീറ്റ് ആക്കിയിട്ട് ആ മീറ്റിന് 50% ഡിസ്കൗണ്ടാണ് നമ്മൾ കൊടുത്തിരുന്നത്. അങ്ങനെയാണ്. ഫിഷ് ആണെങ്കിലും നമ്മൾ ഡയറക്റ്റ് എറണാകുളത്ത് നിന്ന് ഡയറക്റ്റ് ഇവിടേക്ക് രാവിലെ കൊണ്ടുവരും. അന്നത്തെ സാധനങ്ങൾ അന്നന്ന് കൊടുത്തിട്ട് തിരിച്ച് അവർ തന്നെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും, ഇപ്പൊ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് വരുന്ന സവാളയാണല്ലോ, അല്ലെങ്കിൽ ആപ്പിൾ, ഓറഞ്ച്, എന്ത് സാധനങ്ങളാണല്ലോ അവിടെ അത് വരുന്നത്, നമ്മൾ കമ്പനിയിലെ വെളുപ്പിന് തന്നെ ആൾക്കാരെ ഒരു 40ഓളം പേരെ ഇരുത്തി അത് സോർട്ട് ചെയ്ത് അതിനകത്ത് മോശമായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പം തന്നെ തിരിഞ്ഞ് മാറ്റിയിട്ട് നല്ല സാധനങ്ങൾ മാത്രം പാക്ക് ചെയ്ത് വെയിറ്റ് കൃത്യമായിട്ട് 1 കിലോ ആണെങ്കിൽ 1 കിലോ ആക്കി കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ കരിമ്പ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കരിമ്പ് കൃഷി ചെയ്ത് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം വെച്ചിട്ട് നമ്മളിവിടെ ശർക്കരയാക്കിയിട്ട് അതും ഇവിടെ സെയിലിന് നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ നമ്മൾ ഓരോ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ഇപ്പം റീസെന്റ് ആയിട്ട് ഇവിടെ തണ്ണിമത്തൻ, ഇവിടെ ഒരു നമ്മുടെ പ്രവർത്തകൻ തണ്ണിമത്തൻ കൃഷി ചെയ്തു. തണ്ണിമത്തൻ ഫുള്ള് നമ്മൾ ബൾക്കായിട്ട് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ കൃഷിയെയും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തൊട്ട് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ ഒരു കൈത്തോട് പോകുന്നുണ്ട്. അത് നമ്മൾ 2 സൈഡും കെട്ടി ഡ്രഡ്ജിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് വീതി കൂട്ടി ആഴം കൂട്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ ആ സൈഡിൽ നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ
വീതി കൂട്ടിയ വലിയ തോട് കാണാം. അത് 6 മീറ്റർ വീതി ഉണ്ടായിരുന്ന തോട് നമ്മൾ 12 മീറ്റർ വീതിയാക്കി. അതുപോലെ ഡ്രഡ്ജ് മെഷീൻ ഉപയോഗിച്ച് ആഴം കൂട്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്. അതുപോലെ തന്നെ അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ തടയണകൾ കൊടുത്ത് അതിനെ ഡൈവേർട്ട് ചെയ്ത് ഇപ്പോൾ കൃഷിക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ 2020 ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ 4 പഞ്ചായത്തിൽ വിജയിക്കുകയും ഈ 4 പഞ്ചായത്തിലേക്കും നമ്മൾ ഈ 2020 ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റിന്റെ ഉപയോഗം അവരിലേക്കും വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആ ഇലക്ഷന്റെ ടൈമിൽ അവർ കേസ് കൊടുത്തത് പാർട്ടി ഒഫീഷ്യൽ 2020 പാർട്ടി എന്നുള്ള രീതിയിൽ ലേബലിലാണ് ഇവിടെ, അതായത് 2020 ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് എന്നാണ് പേര് വന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വോട്ടിനെ സ്വാധീനിക്കുമെന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് പൂട്ടിയത്. അപ്പൊ നമ്മൾ പുതിയൊരു പദ്ധതി ആലോചിക്കുന്നുണ്ട് അതിന് പകരം വെക്കുക. അതായത് അവർക്ക് ഇത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള നിയമ അനുസൃതം നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു കാർഡിനെ പറ്റി, ലോയൽറ്റി കാർഡിനെ കുറിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആകുമ്പോൾ അത് ആളുകളിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങൾ. ഓക്കെ.